പരിക്കിനെ തുടർന്ന് ജസ്പ്രീത് ബുംറയ്ക്ക് IPLലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടൊക്കെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ സഞ്ജു സാംസന് പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് IPL നഷ്ടമാകുമോ? അദ്ദേഹത്തിന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് എന്താണ്? ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സഞ്ജു സാംസൺ നമുക്കറിയാം, ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന T20 മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു. എന്നാൽ ഈ ഒരു പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നു. അദ്ദേഹത്തിന്റെ വിരലിന് ഒരു ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞു. ആർച്ചറുടെ പന്താണ് അദ്ദേഹത്തിന് കൊണ്ടത്. എന്നാൽ ഇപ്പോൾ നിലവിൽ സഞ്ജു സാംസൺ NCAയിൽ അദ്ദേഹത്തിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ പരിക്ക് ഇന്ത്യൻ ടീമിന്റെ മെഡിക്കൽ ടീം, NCA ടീമൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഫുള്ളായിട്ടുള്ള ഒരു കാര്യം ഫുള്ളായിട്ട് വ്യക്തത പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇതുവരെ സഞ്ജു സാംസന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് ഒന്നും BCCI പുറത്തു വിട്ടിട്ടില്ല. ഇനി അദ്ദേഹത്തിന് ഇഞ്ചുറി റിക്കവറി ടൈം കുറച്ച് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് IPLലെ ആദ്യത്തെ 2 മത്സരങ്ങൾ പുറത്ത് ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആ ഒരു മത്സരത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഫിറ്റ്നസ് ചിലപ്പോൾ അതിന് മുമ്പേ IPLന് മുമ്പായിട്ട് ഫിറ്റ്നസ് കൈവരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നഷ്ടമാവുകയാണെങ്കിൽ ആദ്യത്തെ 1-2 മത്സരങ്ങളായിരിക്കും നഷ്ടമാവാൻ സാധ്യതയുള്ളൂ. മേ ബി അതർവൈസ് ഈ സീസൺ മുഴുവനായിട്ടൊന്നും അദ്ദേഹത്തിന് നഷ്ടമാവാൻ സാധ്യതയില്ല. കാരണം അത്ര വലിയ ഇഞ്ചുറി ഒന്നും അല്ല. അപ്പം ഇനി NCAന്റെ ഫിറ്റ്നസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമാണ് സഞ്ജു സാംസന് കളിക്കാൻ പറ്റൂ. പിന്നെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ IPL റൂൾ ഔട്ടായി, പകരക്കാരനെ തേടി രാജസ്ഥാൻ എന്നൊക്കെ. ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് ഇന്ത്യൻ ടീമിന്റെ മെഡിക്കൽ ടീം പുറത്തുവിടേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.